മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പ്രതികരണങ്ങൾക്കെതിരെ കോൺഗ്രസ് നിയുക്ത എംഎൽഎ മാത്യു കുഴൽനാടൻ. മുസ്ലിം ലീഗിലെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും ഇങ്ങോട്ടും അങ്ങനെ വേണമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ജനപിന്തുണയുള്ളയാൾ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാമും പറഞ്ഞു. മാത്യു കുഴൽനാടന്റെ പരാമർശത്തിൽ പ്രതിഷേധവുമായി ലീഗ് പ്രവർത്തകർ രംഗത്തു വന്നു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മാത്യു കുഴൽനാടന്റെ വിമർശനം. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ. ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്. ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? ജനപിന്തുണയുള്ളയാൾ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം ഇന്ന് പ്രതികരിച്ചു. ജനവികാരം മറികടന്നാൽ ആത്മഹത്യാപരമായിരിക്കുമെന്നും PM.A. സലാം. UDFന്റെ ശക്തി എന്ന് പറഞ്ഞ ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ജനവികാരം മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ UDFന് കഴിയില്ല. കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും. മാത്യു കുഴൽനാടനെതിരെ ലീഗ് നേതാവ് ഷാഫി ചാലിയും രംഗത്തെത്തി. മുന്നണി നയിക്കേണ്ടയാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ ഘടകകക്ഷിക്കും അഭിപ്രായം പറയാമെന്ന് 24 എൻകൗണ്ടറിൽ ഷാഫി ചാലിയും പറഞ്ഞു. ഇതൊരു മുന്നണിയെ നയിക്കേണ്ട മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ ഘടകകക്ഷിക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഘടകകക്ഷികൾക്ക് മുഖ്യമന്ത്രി ആരെന്ന് പറയാൻ അവകാശമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രാജു P. നായരും പറഞ്ഞു. അതേസമയം മാത്യു കുഴൽനാടനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മൂവാറ്റുപുഴയിൽ ഫ്ലെക്സിൽ നിന്നും വെട്ടിമാറ്റിയ മാത്യു കുഴൽനാടന്റെ ചിത്രം പ്രവർത്തകർ കത്തിച്ചു. കണ്ണൂർ ഇരിക്കൂറിൽ മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗ് ഫ്ലെക്സ് സ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.